ദുബായിൽ ആൺ സുഹൃത്തിന്റെ കുത്തേറ്റു മരിച്ച തിരുവനന്തപുരം സ്വദേശി ആനിമോളുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. പോലീസ് നടപടികൾ പൂർത്തിയാകാത്തതിനാൽ മൃതദേഹം ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കേസിലെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായ് കരാമയിലുണ്ടായ കൊലപാതകത്തിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് മരിച്ച തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകിയത്. കോടതി നടപടികൾ ഇന്ന് പൂർത്തിയായതായാണ് വിവരം. മൃതദേഹം കൊണ്ടുപോകാനുള്ള അനുമതി പോലീസിൽ നിന്നും ലഭിക്കുന്നതോടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. ഇതെല്ലാം കഴിഞ്ഞ് നാളെ രാത്രിയോടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് അയക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പൊതുപ്രവർത്തകനായ സലാം പാപ്പിനിശ്ശേരി അറിയിച്ചു. ആനിമോളെ കൊലപ്പെടുത്തിയ ശേഷം അബുദാബി വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതിയും സുഹൃത്തുമായ അബിൻലാൽ അറസ്റ്റിലായത്. കൊലപാതകം നടന്ന ദുബായ് കരാമയിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കരാമയിൽ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ദാരുണ സംഭവം. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ 1.5 വർഷം മുൻപ് അബുദാബിയിലേക്ക് കൊണ്ടുവന്നത് അബിൻലാൽ തന്നെയായിരുന്നു. ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും തർക്കത്തെ തുടർന്ന് അബിൻലാൽ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നുമാണ് സുഹൃത്തുക്കളുടെ മൊഴി. ആനിമോൾക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചതാണ് തർക്കത്തിന് കാരണമെന്നും സൂചനയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.